നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചി മെട്രോ പേരുമാറ്റത്തിനൊരുങ്ങുന്നു. മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അംഗീകാരം തേടി KMRL MD ലോക്നാഥ് ബെഹ്റ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പേരുമാറ്റം. ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി പ്രവർത്തന ലാഭത്തിലാണ് കമ്പനി. ലൂർ JLN സ്റ്റേഡിയം മുതൽ സ്മാർട്ട് സിറ്റി വരെയുള്ള രണ്ടാം ഘട്ടം 1 വർഷത്തിനകം പൂർത്തിയാകും. ഇതിനു പുറമെ കൊച്ചി വാട്ടർ മെട്രോ, ഇലക്ട്രിക് മൊബിലിറ്റി പദ്ധതികൾ തുടങ്ങിയവയും KMRL ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികളുടെ ചുമതലയും KMRLനാണ്. ഈ സാഹചര്യത്തിലാണ് നഗര കേന്ദ്രീകൃതമായ പേര് കമ്പനിയുടെ നിലവിലെയും ഭാവിയിലെയും വിപുലമായ പ്രവർത്തന മേഖലയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാൽ കേരളം മെട്രോ റെയിൽ എന്ന പുതിയ പേര് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് അറസ്റ്റിൽ. CJP പ്രക്ഷോഭം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസ് അറസ്റ്റിൽ. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് ജാൻമണിക്കെതിരെ കേസെടുത്തത്. BNS 192, 356(2) കേരള പോലീസ് ആക്ട് 120(O) വകുപ്പാണ് കേസ് ചുമത്തിയിട്ടുള്ളത്. BJP നേതാവ് നവ്യ ഹരിദാസൻ നൽകിയ പരാതിയിലാണ് കേസ്. സമൂഹത്തിൽ ലഹളയുണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശ്യത്തോടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തതായി FIR-ൽ പറയുന്നു. സംഭവത്തിൽ ജാൻമണി നേരത്തെ ക്ഷമ ചോദിച്ചിരുന്നു. പരവതാനി വിരിച്ചില്ല, ഉദ്ഘാടന വേദിയിലേക്ക് എത്താൻ കാറിൽ നിന്നിറങ്ങാതെ മന്ത്രി KM ഷാജി. പരവതാനി വിരിച്ചില്ല, ഉദ്ഘാടന വേദിയിലേക്ക് എത്താൻ കാറിൽ നിന്നിറങ്ങാതെ മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയാണ് ആലപ്പുഴ ബീച്ചിൽ നടന്ന കുടുംബശ്രീ സംസ്ഥാന വിപണന മേളയിൽ പരവതാനി വിരിക്കാത്തതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങാതിരുന്നത്. പെട്ടെന്ന് തന്നെ സംഘാടകർ പരവതാനി ഒരുക്കി മന്ത്രി വേദിയിലേക്ക് ആനയിച്ചു. മുസ്ലിം ലീഗ് നേതാവും മന്ത്രിയുമായ KM ഷാജിയാണ് രാവിലെ കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓണം വിപണന മേളയുടെ ഉദ്ഘാടനത്തിന് ആലപ്പുഴ ബീച്ചിൽ എത്തിയത്. വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കുടുംബശ്രീ അംഗങ്ങളെ താക്കീത് ചെയ്തു. മന്ത്രിമാരുടെ അളിഞ്ഞ പ്രസംഗം കേൾക്കാൻ വേദി നിറയ്ക്കാൻ പോയിരിക്കേണ്ടവരല്ല കുടുംബശ്രീക്കാർ എന്നും മന്ത്രി പറഞ്ഞു. വകുപ്പിന്റെ ഒരു മന്ത്രി എന്ന നിലയിലാണ് താൻ ഇത് പറയുന്നതെന്നും KM ഷാജി പറഞ്ഞു. ADGP MR അജിത് കുമാറിന്റെ വാദങ്ങൾ സർക്കാർ തള്ളി. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന് ലഭിച്ച സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ADGP MR അജിത് കുമാറിന്റെ വാദങ്ങൾ സർക്കാർ തള്ളി. സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് അജിത് കുമാർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നൽകിയ ഹർജിക്ക് മറുപടിയായി നൽകിയ സത്യവാങ്മൂലത്തിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചില്ലെന്ന അജിത് കുമാറിന്റെ വാദം സർക്കാർ തള്ളി. സസ്പെൻഷനിൽ ഒപ്പുവെക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കേരള സർവകലാശാലയിൽ ലോ കോളേജുകളിലെ മൂല്യനിർണ്ണയത്തിലെ അപാകതകൾക്കെതിരെ ഇടപെട്ട് VC. കേരള സർവകലാശാലയിൽ ലോ കോളേജുകളിലെ മൂല്യനിർണ്ണയത്തിലെ അപാകതകൾക്കെതിരെ ഇടപെട്ട് VC. സമീപകാലത്ത് നടന്ന പുനർമൂല്യനിർണ്ണയത്തിന്റെയും ഉത്തരക്കടലാസുകളുടെയും വിവരങ്ങൾ VC തേടിയിട്ടുണ്ട്. പരീക്ഷാ കൺട്രോളറോടാണ് VC റിപ്പോർട്ട് തേടിയത്. പുനർമൂല്യനിർണ്ണയത്തിൽ വാരിക്കോരി മാർക്ക് നൽകുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. LLB 1ാം സെമസ്റ്റർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതികൾ ഉയർന്നതിന് പിന്നാലെ SFI പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മൂല്യനിർണ്ണയത്തിലെ അപാകത, കേരള സർവകലാശാല ലോ കോളേജുകളിലെ പുനർമൂല്യനിർണ്ണയം വരുത്തിയ മാറ്റങ്ങൾ എന്നീ വിഷയം ഉന്നയിച്ചായിരുന്നു SFI പ്രതിഷേധം. സർവകലാശാല LLB പരീക്ഷകളിൽ റീവാലുവേഷൻ സമ്പ്രദായം നിർത്തലാക്കുകയും പകരം ഒരു ഉത്തരക്കടലാസ് 2 അധ്യാപകർ മൂല്യനിർണ്ണയം ചെയ്യുന്ന പുതിയ രീതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു.